ഹലോ സുഹൃത്ത്, നമസ്കാരം. ജെഡിഎസ് കറണ്ട് അഫേഴ്സിലേക്ക് സ്വാഗതം. ഇന്ന് ജൂലൈ 5, ഏറ്റവും ലേറ്റസ്റ്റ് ആയിട്ടുള്ള കറണ്ട് അഫേഴ്സുമായി ജെഡിഎസ് കറണ്ട് അഫേഴ്സ്. ഇന്നത്തെ ചില കറണ്ട് അഫേഴ്സ് ആണ്. കരീബിയൻ രാജ്യത്തിന്റെ പരമോന്നത സിവിലിയൻ ബഹുമതി ഇന്ത്യൻ പ്രൈം മിനിസ്റ്റർ നരേന്ദ്രമോദിക്ക്. ആദ്യത്തെ ഖേലോ ഇന്ത്യ വാട്ടർ സ്പോർട്സ് ആരംഭിക്കുകയാണ് ശ്രീനഗറിൽ. ഇന്ത്യയിൽ ഏറ്റവും പഴക്കം ചെന്നിട്ടുള്ള ഒരു ഫുട്ബോൾ മത്സരമാണ് ഡുറൻ കപ്പ്. ഇത് ആരംഭം കുറിച്ചു. തലിബാൻ സർക്കാരിനെ അംഗീകരിക്കുന്ന ആദ്യത്തെ രാജ്യമായിട്ട് മാറി റഷ്യ. ഇതേപോലുള്ള ലേറ്റസ്റ്റ് ആയിട്ടുള്ള കറണ്ട് അഫേഴ്സ് ആണ് ഇന്നത്തെ കറണ്ട് അഫേഴ്സ്. നമുക്ക് ഈ കറണ്ട് അഫേഴ്സിന്റെ ഡീറ്റെയിൽസിലേക്ക് പോകാം. ഒരു ന്യൂസ് ഹെഡിംഗ് ആണ്: പ്രൈം മിനിസ്റ്റർ മോദി കൺഫേർഡ് ദി കരീബിയൻ നേഷൻ ഹയസ്റ്റ് സിവിലിയൻ ഹോണർ. കരീബിയൻ രാജ്യത്തിന്റെ പരമോന്നത സിവിലിയൻ ബഹുമതി പ്രധാനമന്ത്രി നരേന്ദ്രമോദിക്ക്. ഏറ്റവും ലേറ്റസ്റ്റ് ആയിട്ട് വാർത്തയാണ്. നമുക്ക് ഈ കറണ്ട് അഫേഴ്സിന്റെ ഡീറ്റെയിൽസിലേക്ക് പോകാം. 2025 ജൂലൈ 4 പ്രധാനമന്ത്രി നരേന്ദ്രമോദിക്ക് സമ്മാനിച്ച ട്രിനിഡാഡ് ആൻഡ് ടൊബാഗോയുടെ പരമോന്നത സിവിലിയൻ ബഹുമതിയുടെ പേരെന്താണ്? ഓർഡർ ഓഫ് ദി റിപ്പബ്ലിക് ഓഫ് ട്രിനിഡാഡ് ആൻഡ് ടൊബാഗോ. ഒരു കരീബിയൻ രാജ്യമാണ് ട്രിനിഡാഡ് ആൻഡ് ടൊബാഗോ. ഇത് 2 ഐലൻഡ്സ് ആണ്. ഈ 2 ഐലൻഡ് ഒന്നിക്കുന്ന ഒന്നാണ് ട്രിനിഡാഡ് ആൻഡ് ടൊബാഗോ. ഘാന എന്ന രാജ്യം, ആ രാജ്യം സന്ദർശിച്ചതിന് ശേഷം ഇന്ത്യൻ പ്രൈം മിനിസ്റ്റർ നരേന്ദ്രമോദി സന്ദർശിച്ച രാജ്യമാണ് ട്രിനിഡാഡ് ആൻഡ് ടൊബാഗോ. ആ രാജ്യത്തിൻ്റെ ഏറ്റവും ഹയസ്റ്റ് ആയിട്ടുള്ള അവാർഡ് ആണ്, സിവിലിയൻ അവാർഡ് ആണ് നൽകിയിട്ടുള്ളത് ജൂലൈ 4 ദി ഓർഡർ ഓഫ് ദി റിപ്പബ്ലിക് ഓഫ് ട്രിനിഡാഡ് ആൻഡ് ടൊബാഗോ. ട്രിനിഡാഡ് ആൻഡ് ടൊബാഗോയുടെ പരമോന്നത സിവിലിയൻ ബഹുമതിയായ ദി ഓർഡർ ഓഫ് ദി റിപ്പബ്ലിക് ഓഫ് ട്രിനിഡാഡ് ആൻഡ് ടൊബാഗോ പ്രധാനമന്ത്രി നരേന്ദ്രമോദിക്ക് നൽകിയത് ആരാണ്? ക്രിസ്റ്റ്യൻ കാംഗലു, ദി പ്രസിഡന്റ് ഓഫ് ട്രിനിഡാഡ് ആൻഡ് ടൊബാഗോ. ഏറ്റവും ഹയസ്റ്റ് ആയിട്ടുള്ള ആ രാജ്യത്തിന്റെ പരമോന്നത സിവിലിയൻ അവാർഡ് ആണ് ദി ഓർഡർ ഓഫ് ദി റിപ്പബ്ലിക് ഓഫ് ട്രിനിഡാഡ് ആൻഡ് ടൊബാഗോ. ഇത് നൽകിയിട്ടുള്ളത് ആ രാജ്യത്തിന്റെ പ്രസിഡന്റ് ആയിട്ടുള്ള ക്രിസ്റ്റ്യൻ കാംഗലു ആണ്. ട്രിനിഡാഡ് ആൻഡ് ടൊബാഗോയുടെ പരമോന്നത ബഹുമതി ലഭിച്ച ആദ്യത്തെ വിദേശ നേതാവ് ആരാണ്? പ്രധാനമന്ത്രി നരേന്ദ്രമോദി. ഒരു രാജ്യത്തിൻ്റെ ഏറ്റവും ഹയസ്റ്റ് ആയിട്ടുള്ള സിവിലിയൻ അവാർഡ് അത് ലഭിക്കുന്ന ആദ്യത്തെ ഒരു വിദേശ നേതാവായിട്ട് മാറിയിട്ടുള്ള വ്യക്തിയാണ് ഇന്ത്യൻ പ്രൈം മിനിസ്റ്റർ നരേന്ദ്രമോദി. അത്രയും വലിയൊരു ഹയസ്റ്റ് ആയിട്ടുള്ള ഒരു അവാർഡ് ലഭിക്കുന്ന ആദ്യത്തെ ഒരു വിദേശ ലീഡർ ആയി ഇന്ത്യൻ പ്രൈം മിനിസ്റ്റർ നരേന്ദ്രമോദി. പ്രധാനമന്ത്രി മോദിക്ക് അന്താരാഷ്ട്ര ബഹുമതി നൽകുന്ന 25ാമത് രാജ്യം ഏതാണ്? ട്രിനിഡാഡ് ആൻഡ് ടൊബാഗോ. ഏറ്റവും ലേറ്റസ്റ്റ് ആയിട്ട് ഇപ്പോൾ പറയുമ്പോൾ 25ാമത്തെ ഒരു ഇന്റർനാഷണൽ അവാർഡ് ആണ് ഇന്ത്യൻ പ്രൈം മിനിസ്റ്റർ നരേന്ദ്രമോദിക്ക് ലഭിക്കുന്നത്. ഏറ്റവും ലാസ്റ്റ് ആയിട്ട് പറയുമ്പോൾ ഈ ജൂലൈ 4 ട്രിനിഡാഡ് ആൻഡ് ടൊബാഗോ എന്ന് പറയുന്ന ഐലൻഡ്, കരീബിയൻ ഐലൻഡ് ആണ് ഈ ഒരു അവാർഡ് നൽകിയിട്ടുള്ളത്, ഹയസ്റ്റ് സിവിലിയൻ അവാർഡ്. അതിനു മുമ്പ് ലഭിച്ചിട്ടുള്ള അവാർഡ് എന്ന് പറയുമ്പോൾ ഘാന എന്ന രാഷ്ട്രമാണ് നൽകിയിട്ടുള്ളത് ഏറ്റവും ഹയസ്റ്റ് ആയിട്ടുള്ള സിവിലിയൻ അവാർഡ്. ട്രിനിഡാഡ് ആൻഡ് ടൊബാഗോയുടെ പ്രധാനമന്ത്രി ആരാണ്? പ്രധാനമന്ത്രി കമല പെർസാദ് ബിസേസർ. ദി പ്രൈം മിനിസ്റ്റർ ഓഫ് ട്രിനിഡാഡ് ആൻഡ് ടൊബാഗോ അത് കമല പെർസാദ് ബിസേസർ ആണ്. സറിയു നദിയിൽ നിന്നുള്ള പുണ്യജലവും പ്രയാഗിൽ നടന്ന മഹാകുംഭവും സഹിതം അയോധ്യയിലെ രാമക്ഷേത്രത്തിന്റെ ഒരു പകർപ്പ് സമ്മാനിച്ച രാജ്യം ഏതാണ്? ട്രിനിഡാഡ് ആൻഡ് ടൊബാഗോ. പ്രയാഗിൽ നടന്ന മഹാകുംഭവും സഹിതം അയോധ്യയിലെ രാമക്ഷേത്രത്തിന്റെ ഒരു പകർപ്പാണ് സമ്മാനിച്ചിട്ടുള്ളത്. അടുത്തൊരു ന്യൂസ് ഹെഡിംഗ് ആണ്: ഫസ്റ്റ് എവർ ഖേലോ ഇന്ത്യ വാട്ടർ സ്പോർട്സ് ടു ബി ഹെൽഡ് ഇൻ ശ്രീനഗർ. ശ്രീനഗറിൽ നടക്കുന്ന ആദ്യ ഖേലോ ഇന്ത്യ വാട്ടർ സ്പോർട്സ്. ഏറ്റവും ലേറ്റസ്റ്റ് ആയിട്ട് വാർത്തയാണ്. നമുക്ക് കറണ്ട് അഫേഴ്സിന്റെ ഡീറ്റെയിൽസിലേക്ക് പോകാം. ആദ്യത്തെ ഖേലോ ഇന്ത്യ ജല കായിക വിനോദം ഏത് സ്ഥലത്താണ് നടക്കുന്നത്? ശ്രീനഗറിലെ ദാൽ തടാകം. ആദ്യത്തെ ഖേലോ ഇന്ത്യ വാട്ടർ സ്പോർട്സ് ആരംഭിക്കുകയാണ് ഇപ്പോൾ. ഖേലോ ഇന്ത്യ യൂത്ത് ഗെയിംസ്, ഖേലോ ഇന്ത്യ യൂണിവേഴ്സിറ്റി, ഖേലോ ഇന്ത്യ പാരാ ഗെയിംസ്, ഖേലോ ഇന്ത്യ വിന്റർ ഗെയിംസ്. ഇപ്പോൾ ഇത് ഖേലോ ഇന്ത്യ വാട്ടർ സ്പോർട്സ് ആണ് ആരംഭിക്കുന്നത് ദാൽ ലേക്കിൽ, ശ്രീനഗറിലെ ദാൽ ലേക്കിൽ. ശ്രീനഗറിലെ ദാൽ തടാകത്തിൽ നടക്കുന്ന ആദ്യത്തെ ഖേലോ ഇന്ത്യ വാട്ടർ സ്പോർട്സ് ഏത് തീയതിയിലാണ്? 2025 ഓഗസ്റ്റ് 21 മുതൽ 23 വരെ. ഈ വരുന്ന ഓഗസ്റ്റ് 21 മുതൽ 23 വരെ ശ്രീനഗറിലെ ദാൽ ലേക്കിൽ വെച്ചാണ് ഇന്ത്യയിലെ ആദ്യത്തെ ഖേലോ ഇന്ത്യ വാട്ടർ സ്പോർട്സ് അത് നടക്കാൻ പോകുന്നത്. മെയ് മാസത്തിൽ നടന്ന ആദ്യത്തെ ഖേലോ ഇന്ത്യ ബീച്ച് ഗെയിംസ് എവിടെയാണ് നടന്നത്? ദിയുവിലാണ് ആദ്യത്തെ ഖേലോ ഇന്ത്യ ബീച്ച് ഗെയിംസ് നടന്നിട്ടുള്ളത്. ഇന്നിപ്പോൾ നടക്കാൻ പോകുന്ന മറ്റൊരു ഈവന്റ് ആണ് വാട്ടർ സ്പോർട്സ്. ഇത് ശ്രീനഗറിലെ ദാൽ ലേക്കിലാണ്.
അടുത്തൊരു ന്യൂസ് ഹെഡിംഗ് ആണ് ഫുട്ബോൾ ഇസ് പാഷൻ ദാറ്റ് യുണൈറ്റ്സ് എ നേഷൻ, പ്രസിഡന്റ് മുർമു. ഒരു രാജ്യത്തിനെ ഒന്നിപ്പിക്കുന്ന ഒരു അഭിനിവേശമാണ് ഫുട്ബോൾ, പ്രസിഡന്റ് മുർമു. ഡുറൻ കപ്പുമായി ബന്ധപ്പെട്ട് ഡുറൻ കപ്പിന്റെ ഉദ്ഘാടന വേളയിലാണ് ഇന്ത്യൻ പ്രസിഡന്റ് ദ്രൗപദി മുർമു ഈ കാര്യം അറിയിച്ചിട്ടുള്ളത്. അതായത് ഒരു രാജ്യത്തെ ഒന്നിപ്പിക്കുന്ന ഒരു അഭിനിവേശമാണ് ഫുട്ബോൾ. തീർച്ചയായിട്ടും നമുക്കറിയാം യൂറോപ്യൻ കപ്പും അല്ലെങ്കിൽ വേൾഡ് കപ്പും എല്ലാം പറയുമ്പോൾ തന്നെ പല രാജ്യങ്ങളെയും ഒന്നിപ്പിക്കുന്ന ഒരു വളരെ ഇമ്പോർട്ടൻ്റ് ആയിട്ടുള്ള ഒരു സ്പോർട്സ് എന്ന് പറയാൻ പറ്റും ഫുട്ബോൾ. നമുക്ക് കറണ്ട് അഫയേഴ്സിന്റെ ഡീറ്റെയിൽസിലേക്ക് പോകാം. 2025 ജൂലൈ 4 രാഷ്ട്രപതി ഭവൻ കൾച്ചറൽ സെന്ററിൽ 2025 ഡ്യൂറൻ കപ്പിന്റെ ട്രോഫികൾ അനാച്ഛാദനം ചെയ്യുകയും ഫ്ലാഗ് ഓഫ് ചെയ്യുകയും ചെയ്തത് ആരാണ്? പ്രസിഡന്റ് ദ്രൗപദി മുർമു. ഡ്യൂറൻ കപ്പ് എന്ന ഈ കപ്പ് ഇതൊരു ആർമിയായി ബന്ധപ്പെട്ടൊരു കപ്പാണ്. ഇതുമായി ബന്ധപ്പെട്ടാണ് ഇന്ത്യൻ പ്രസിഡന്റ് ദ്രൗപദി മുർമു ഈ ഒരു കപ്പ് ജൂലൈ 4 അനാച്ഛാദനം ചെയ്യുകയും ഫ്ലാഗ് ഓഫ് ചെയ്യുകയും ചെയ്തിട്ടുള്ളത്. ഇന്ത്യൻ ഡിഫൻസ് ഫോഴ്സിന്റെ സുപ്രീം കമാൻഡർ ആണ് ദ പ്രസിഡന്റ് ഓഫ് ഇന്ത്യ. ഇപ്പോഴത്തെ സുപ്രീം കമാൻഡർ ഓഫ് ഡിഫൻസ് ഫോഴ്സ് ആണ് പ്രസിഡന്റ് ദ്രൗപദി മുർമു. ഡ്യൂറൻ കപ്പിന്റെ ആത്മാവ് സംരക്ഷിക്കുന്നതിനും പ്രോത്സാഹിപ്പിക്കുന്നതിനും ആരാണ് ചുമതല വഹിക്കുന്നത്? സായുധ സേന. ആംഡ് ഫോഴ്സസിന്റെ വളരെ പ്രധാനപ്പെട്ട ഒരു സ്പോർട്സ് ഈവന്റ് ആണ് ഡ്യൂറൻ കപ്പ്. ഈ ഫുട്ബോൾ മത്സരം നടക്കാൻ തുടങ്ങിയിട്ട് വർഷങ്ങളായി. എന്നാണ് ഈ ഡ്യൂറൻ കപ്പിന്റെ ഈ ഒരു ആരംഭം? ഡ്യൂറൻ കപ്പ് എപ്പോഴാണ് ആരംഭിച്ചത്? 1888. അതായത് ഇപ്പോൾ പറയുമ്പോൾ ഏതാണ്ട് ഇപ്പോൾ 140 വർഷത്തിന് അടുത്തെത്തിയിരിക്കുന്ന ഒരു മത്സരമാണ് ഡ്യൂറൻ കപ്പ്. ഇത് 1888 ആരംഭിച്ചിട്ടുള്ളത്. ഡ്യൂറൻ കപ്പിന്റെ പഴയ പേര് എന്താണ്? ആർമി കപ്പ്. ആർമി കപ്പ് എന്ന പേരിൽ ആരംഭിച്ച ഡ്യൂറൻ കപ്പ് പിന്നീട് സർ ഹെൻറി മോട്ടൈമർ ഡ്യൂറന്റ് എന്ന വ്യക്തിയുടെ പേരിൽ ആരംഭിച്ചു. ഇന്നും അത് ഡ്യൂറൻ കപ്പ് എന്ന പേരിലാണ് അറിയപ്പെടുന്നത്. ആംഡ് ഫോഴ്സ് ആണ് ഈ ഒരു കപ്പിന്റെ കംപ്ലീറ്റ് ആയിട്ടുള്ള പ്രൊമോഷൻസ്, അതിൻ്റെ ഈവന്റ് നടത്തുന്നതും എല്ലാം ആർമിയാണ്. ദ സുപ്രീം കമാൻഡർ ഓഫ് ഡിഫൻസ് പ്രസിഡന്റ് ദ്രൗപദി മുർമു ആണ് ഡ്യൂറൻ കപ്പിന്റെ ആ ഒരു ട്രോഫി എല്ലാം അനാച്ഛാദനം ചെയ്തിട്ടുള്ളത് ജൂലൈ 4. അടുത്തൊരു ന്യൂസ് ഹെഡിംഗ് ആണ് റഷ്യ ബിക്കംസ് ഫസ്റ്റ് കൺട്രി ടു റെക്കഗ്നൈസ് താലിബാൻ ഗവൺമെന്റ് ഓഫ് അഫ്ഗാനിസ്ഥാൻ. അഫ്ഗാനിസ്ഥാനിലെ താലിബാൻ സർക്കാരിനെ അംഗീകരിക്കുന്ന ആദ്യ രാജ്യമായി റഷ്യ. ഏറ്റവും ലേറ്റസ്റ്റ് ആയിട്ട് വാർത്തയാണ്, മിക്കവാറും എല്ലാ പത്രങ്ങളിൽ വന്നിട്ടുള്ളൊരു വാർത്തയാണ് റഷ്യ താലിബാൻ സർക്കാരിനെ അംഗീകരിച്ച കാര്യം. നമുക്ക് കറണ്ട് അഫയേഴ്സിന്റെ ഡീറ്റെയിൽസിലേക്ക് പോകാം. അഫ്ഗാനിസ്ഥാനിലെ താലിബാൻ സർക്കാരിനെ അംഗീകരിച്ച ആദ്യത്തെ രാജ്യം ഏതാണ്? റഷ്യ. ഇന്നത്തെ മിക്കവാറും എല്ലാ പത്രങ്ങളിലും വന്നിട്ടുള്ളൊരു വാർത്തയാണ്, അതായത് അഫ്ഗാനിസ്ഥാനെ അംഗീകരിച്ചിട്ടുള്ള ആദ്യത്തെ രാജ്യമായിട്ട് മാറി റഷ്യ. എന്നാൽ ചൈന പോലുള്ള രാജ്യങ്ങൾ അവരുടെ അംബാസഡേഴ്സ് അഫ്ഗാനിസ്ഥാനിലുണ്ട്. ഇന്ത്യ ഇപ്പോൾ പൂർണ്ണമായിട്ടും അഫ്ഗാനിസ്ഥാനിലെ അംബാസഡേഴ്സ്, എംബസി എല്ലാം നിർത്തിവച്ചിരിക്കുകയാണ്. താലിബാൻ വീണ്ടും അഫ്ഗാനിസ്ഥാൻ ഏറ്റെടുത്തത് എപ്പോഴാണ്? ഓഗസ്റ്റ് 2021. 2021 താലിബാൻ അഫ്ഗാനിസ്ഥാൻ അത് കൈയടക്കിയതും അഫ്ഗാനിസ്ഥാൻ സർക്കാർ അത് കൈയടക്കിയിട്ടുള്ളതും. ഇന്നിപ്പോൾ അഫ്ഗാനിസ്ഥാൻ അത് കൺട്രോൾ ചെയ്യുന്നത് താലിബാൻ ആണ്. ഈ റഷ്യ അംഗീകരിച്ചതോടുകൂടി ഒരു ഇന്റർനാഷണൽ ലെവലിലുള്ള അംഗീകാരമാണ് ലഭിച്ചിട്ടുള്ളത് താലിബാനി. ഇന്നത്തെ കറണ്ട് അഫയേഴ്സിലെ ലാസ്റ്റ് ഹെഡിംഗ് ഗുജറാത്ത് ബിക്കംസ് തേർഡ് ഇന്ത്യൻ സ്റ്റേറ്റ് ക്രോസ് 1 crore സ്റ്റോക്ക് മാർക്കറ്റ് ഇൻവെസ്റ്റേഴ്സ്. 1 കോടി ഓഹരി വിപണി നിക്ഷേപകരെ മറികടന്ന മൂന്നാമത്തെ ഇന്ത്യൻ സംസ്ഥാനമായി ഗുജറാത്ത് മാറി. അതായത് 1 കോടി സ്റ്റോക്ക് മാർക്കറ്റ് ഇൻവെസ്റ്റേഴ്സ് ആണ് ഗുജറാത്തിലുള്ളത്. ഇത് ഇപ്പോൾ ഇന്ത്യയിലെ മൂന്നാമത്തെ സംസ്ഥാനമായിട്ട് മാറിയിരിക്കുകയാണ്. അങ്ങനെയാണെങ്കിൽ ആദ്യത്തെ 2 സംസ്ഥാനങ്ങൾ ഏതെല്ലാമാണ്? 1 കോടിയിലധികം രജിസ്റ്റർ ചെയ്ത സ്റ്റോക്ക് മാർക്കറ്റ് നിക്ഷേപകരെ രേഖപ്പെടുത്തുന്ന രാജ്യത്തെ മൂന്നാമത്തെ സംസ്ഥാനമായി മാറിയത് ഏത്? ഗുജറാത്ത്. അതായത് 1 crore ഇൻവെസ്റ്റേഴ്സ് ആണ് ഗുജറാത്തിലുള്ളത്. അത് പ്രത്യേകിച്ച് നാഷണൽ സ്റ്റോക്ക് എക്സ്ചേഞ്ചിലാണത്. രാജ്യത്ത് 1 കോടിയിലധികം രജിസ്റ്റർ ചെയ്ത ഓഹരി വിപണി നിക്ഷേപകരെ രേഖപ്പെടുത്തിയ ആദ്യത്തെ 2 സംസ്ഥാനങ്ങൾ ഏതാണ്? മഹാരാഷ്ട്രയും ഉത്തർപ്രദേശും. മഹാരാഷ്ട്രയും ഉത്തർപ്രദേശാണ് ആദ്യത്തെ 2 സംസ്ഥാനങ്ങൾ 1 crore മുകളിലെ ഇൻവെസ്റ്റേഴ്സിനെ രജിസ്റ്റർ ചെയ്തിട്ടുള്ള, NSEയിൽ നാഷണൽ സ്റ്റോക്ക് എക്സ്ചേഞ്ചിൽ രജിസ്റ്റർ ചെയ്തിട്ടുള്ള സംസ്ഥാനങ്ങൾ. ഇപ്പോൾ മൂന്നാമത്തെ സംസ്ഥാനമാണ് ഗുജറാത്ത്. ദ ഫസ്റ്റ് മഹാരാഷ്ട്ര, ഉത്തർപ്രദേശ്, ഇപ്പോൾ ഗുജറാത്ത്. നാഷണൽ സ്റ്റോക്ക് എക്സ്ചേഞ്ച് ഡാറ്റ പ്രകാരം 2025 മെയ് വരെ രാജ്യത്ത് രജിസ്റ്റർ ചെയ്ത നിക്ഷേപകരുടെ ആകെ എണ്ണം എത്രയാണ്? 11.5 കോടി. 11.5
ക്രോർ ആണ്, അതായത് ടോട്ടൽ ഇൻവെസ്റ്റേഴ്സ് NSE ഉള്ളത്. ഓരോ ഇൻവെസ്റ്റേഴ്സും അത് രാജ്യത്തിന്റെ പുരോഗതിയിലേക്ക് ഭാഗമാകുന്ന ഒന്നാണ്. നമ്മൾ ഏറ്റവും ലേറ്റസ്റ്റ് ആയിട്ടുള്ള കറണ്ട് അഫയേഴ്സ് ആണെന്ന് ഇവിടെ അപ്ഡേറ്റ് ചെയ്തിട്ടുള്ളത്. ഓരോ പ്രാവശ്യം ഇതുപോലെ തന്നെ അപ്ഡേറ്റ് ചെയ്ത് പോവുകയാണെങ്കിൽ നമുക്കുണ്ടാകുന്നൊരു മാറ്റമുണ്ട്, കോൺഫിഡൻസ് ഉണ്ട്. ജേഡീസ് കറണ്ട് അഫയേഴ്സിന്റെ ഇന്നത്തെ ഈ വീഡിയോ കണ്ടിട്ട് ഇഷ്ടപ്പെട്ടെങ്കിൽ ഈ ചാനൽ സബ്സ്ക്രൈബ് ചെയ്യാനും ഷെയർ ചെയ്യാനും മറക്കരുത്. നമുക്ക് നാളെ വീണ്ടും പുതിയ കറണ്ട് അഫയേഴ്സുമായിട്ട് കാണാം. താങ്ക് യു വെരി മച്ച്.